ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13 മുതലുള്ള വചനഭാഗങ്ങൾ. ഭോഷനായ അപ്പോൾ സമ്പത്തിൽ മാത്രമല്ല നമുക്ക് ധനികനാകാൻ പറ്റുന്നത്, നമ്മുടെ ഭോഷത്വത്തിലും ധനികനാകാൻ പറ്റും. ഭോഷനായ ഒരു ധനികനെ കുറിച്ചാണ് വചനം പറയുന്നത്. ഇത് വായിച്ചു പോകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി ധ്യാനാത്മകമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ആത്മീയമായി നമ്മളെ ബലപ്പെടുത്തുന്ന ഒത്തിരി സന്ദേശങ്ങൾ ഇതിനകത്തുണ്ട്. ജനക്കൂട്ടത്തിൽ നിന്നും ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. ഈ ധനികൻ വന്നിട്ട് കർത്താവിനോട് ചോദിച്ചെന്നാ, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ. അപ്പൊ അവിടുത്തെ പ്രശ്നം എന്താ? ഭാഗോടമ്പടിയുടെ പ്രശ്നമാണ്. പല കുടുംബങ്ങളിലുള്ള പ്രശ്നമാണ് ഇവിടുത്തെ പ്രശ്നം. എന്താണ്? അച്ഛാ, എത്ര പേരുണ്ട്? ഇടയ്ക്ക് ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, അച്ഛാ, അച്ഛനൊന്ന് എൻ്റെ വീട് വരെ ഒന്ന് വരാവോ, ഇതിനൊന്ന് വീട്ടിൽ വന്ന് ഒന്ന് പ്രാർത്ഥിക്കുമോ, അച്ഛനൊന്ന് അയലക്കാരുടെ അടുത്ത് പറയുമോ, അച്ഛൻ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കും. അയ്യോ, എന്നാ പറയണ്ടേ, അവരവിടെ അടിച്ചു കൂട്ടുന്നതൊക്കെ എടുത്ത് ഞങ്ങളുടെ മുറ്റത്തേക്കാണ് ഇടുന്നത് കേട്ടോ. അപ്പുറത്തെ പറമ്പിൽ വീടുന്ന ഇലയൊക്കെ അടിച്ചു കൂട്ടിയിട്ട് അവരെടുത്ത് ഞങ്ങളുടെ മുറ്റത്തേക്ക് ഇടുന്നത്. അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞു, ഞാൻ എന്നാ ചെയ്യണ്ടേ? അച്ഛനൊരു ദിവസം വീട്ടിൽ വന്നിട്ട് അച്ഛനൊന്ന് പറയുവാണെങ്കിൽ ചിലപ്പോൾ എനിക്കും കൂടി ഉള്ള അടി അവിടെ നിന്ന് കിട്ടാൻ വഴിയുണ്ട് അല്ലേ. വെറുതെ വയ്യാത്ത അല്ലെ, വയ്യാവേലി നമ്മൾ പിടിക്കേണ്ട കാര്യം. ഞാൻ പറഞ്ഞു, ചേച്ചി, ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാറോ പറയാറോ ഇല്ല, അത് നമ്മുടെ വിളിയല്ല. ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ വന്ന് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണോ, അത് ചെയ്യാം. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് ചെയ്യാം. അല്ല, ഞാൻ അവിടെ പോയിട്ട് ചേച്ചി ഇനി അവിടെ നിന്ന് ഒന്നും ഇങ്ങോട്ട് ഇട്ടേക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതി അല്ലേ. അതുകൊണ്ട് ഇങ്ങനെയുള്ള വേറൊരു അമ്മ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അവരുടെ വീട്ടിൽ ഇവർ ഇച്ചിരി മരുമകളും അമ്മായിയമ്മയൊക്കെ അടിച്ചൊരു പ്രശ്നമുണ്ട്. അപ്പം ഇവർ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല മീൻകറിയൊക്കെ വയ്ക്കും, നല്ല മീൻകറി. അപ്പം നല്ല ഈ മീനൊക്കെ മേടിക്കുമ്പോൾ അതിന് അത്യാവശ്യം തലയും പാലും നടുഭാഗമൊക്കെ ഉണ്ടാവുമല്ലോ. ഈ ഇവളെന്നാ ചെയ്യുന്നറിയാവോ, ഈ നല്ല മീനിൻ്റെ നല്ല നടുഭാഗമൊക്കെ എടുത്ത് വെച്ചിട്ട് പിള്ളേർക്ക് കൊടുത്തിട്ട് ഈ അമ്മച്ചിക്ക് എപ്പോഴും ഇതിൻ്റെ തല അല്ലെങ്കിൽ വാല് കൊടുക്കുള്ളൂ. അപ്പോൾ ഒരു ദിവസം വെള്ളിയാഴ്ച ഇങ്ങനെ കൗൺസിലിങ്ങിന് വന്നാൽ വെച്ചിരിക്കുക. അപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞു, അച്ഛൻ എനിക്ക് ഒരു വിഷയമുണ്ട്, ഒരു സങ്കടമുണ്ട്, അച്ഛനൊന്ന് കേൾക്കുക. ഞാൻ പറഞ്ഞു, അമ്മച്ചി പറഞ്ഞു, ഞാൻ കേൾക്കാം. അപ്പം ഇതെല്ലാം പറഞ്ഞ് അച്ഛനൊന്ന് വീട് വരെ വരാവോ, എന്നിട്ട് അവളോടൊന്ന് പറയാവോ. എന്നാ പറയണ്ടേ? മീൻകറി വയ്ക്കുമ്പോൾ മീന് തലയും വാലും മാത്രമല്ല. അപ്പൊ ഞങ്ങൾ ഈ സെമിനാരിൽ പഠിക്കുമ്പോഴേ ഞങ്ങൾക്ക് ഈ പല ദിവസവും മുട്ട കിട്ടുമായിരുന്നു. അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരിക്കലായിരിക്കും ചിക്കൻ കിട്ടുന്നത്. അപ്പോൾ ചിലപ്പോൾ ആ ചിക്കൻ കിട്ടുന്നത് പോലെ ഒഴിവാക്കിയിട്ട് ചിലപ്പോൾ അന്ന് മുട്ടയായിരിക്കും വരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ മുട്ട ഫ്രണ്ടിൽ വെച്ചിട്ട് മുട്ടയോട് ചോദിക്കും, നിനക്ക് തന്തയും തായും ഒന്നും ഇല്ലേ? ഈ മുട്ട എടുത്ത് ഫ്രണ്ടിൽ വെച്ചിട്ട്, അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ബ്രദേഴ്സൊക്കെ ആണല്ലോ, ആ പ്രായവും കൂടിയല്ലേ, ഇപ്പോൾ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ ഒരു രസത്തിന് എല്ലാവരുടെയും മുട്ട എടുത്ത് നടുക്ക് വെച്ചിട്ട് എല്ലാവരോടും ചോദിക്കും, എടാ നിൻ്റെ തന്തയും തായിയൊക്കെ എന്തേടാ? കാരണം അത് മേശപ്പുറത്ത് വന്നിട്ടില്ല, മുട്ടയല്ലേ വന്നിട്ടുള്ളൂ, കോഴി വരുന്നില്ലല്ലോ. അതിന് പറയുന്നതാണ് നിൻ്റെ തന്തയും തള്ളയും തന്തയൊക്കെ എന്തേന്ന്. ഇപ്പം ഇത് പറയുന്ന പോലെ ഇവൻ വന്നിട്ട് കർത്താവിനോട് ചോദിച്ച ചോദ്യമാണ്. എന്താണ് ചോദിച്ചേ? അതെ, ഭാഗോടമ്പടി നടക്കുവാണ്, വലിയ പ്രശ്നമാണ്. കർത്താവ് ഒരു കാര്യം ചെയ്യണം. എന്നാ ചെയ്യണ്ടേ? നീ എൻ്റെ സഹോദരനോട് പറയണം, എന്താണ്? പങ്കുവെക്കാൻ. പിതൃസ്വത്ത് എല്ലാം അവൻ അടിച്ചു മാറ്റിയേക്കുക, അതുകൊണ്ട് ഞാനുമായിട്ട് പങ്കുവെക്കാൻ പറയണം. കർത്താവിന് വേറെ ഒരു പണിയും അല്ലേ. ചിലരുടെയൊക്കെ പ്രാർത്ഥനാ വിഷയം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ, തമ്പുരാന് ഒരു പണിയില്ലാത്തതുപോലെ. കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ഇവൻ പറഞ്ഞൊരു കാര്യമാണ് പിതൃസ്വത്ത്. അപ്പൊ തന്നെ കർത്താവ് അടുത്ത ചോദ്യം ചോദിച്ചിങ്ങനെ, യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനായിട്ട് ആര് നിയമിച്ചു? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എപ്പോഴും നമ്മൾ ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നമ്മുടെ ആത്മരക്ഷ തമ്പുരാൻ തൻ്റെ കാൽവരി യാഗത്തിലൂടെ നമുക്ക് വേണ്ടി ഉറപ്പിച്ചതാണ്. യേശുവിൻ്റെ ബലിയുടെ യോഗ്യതയാൽ നമുക്ക് വേണ്ട എല്ലാ ആത്മീയ നന്മകളും സ്വർഗം പ്രാപിക്കാൻ വേണ്ടതെല്ലാം പുത്രനായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമുക്ക് തന്നു. അതാണ് 1 കൊരിന്ത്യർ 1:7 നാം വായിക്കുന്നുണ്ട്, അവന്റെ വരവ് കാത്തിരിക്കുന്ന നമുക്ക് ഒരു ആത്മീയ ദാനങ്ങളുടെ കുറവില്ല എന്ന് പറഞ്ഞാൽ, പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടതെല്ലാം പിതാവായ ദൈവം അവനിലൂടെ നമുക്ക് വേണ്ടി തന്നു, ചെയ്തു കഴിഞ്ഞു.
ഈശോയുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ എന്താ ശരിക്കും ചോദിക്കണ്ടേ? പറ. നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു പച്ചക്കറി കടയൊക്കെ ചന്തയുണ്ട് അല്ലേ? പച്ചക്കറി ചന്തയിൽ ചെന്നാൽ നിങ്ങൾ എന്നായിരിക്കും ചോദിക്കുന്നത്? 2 കിലോ ബീഫ് പോരട്ടെ എന്ന് പറയോ? എന്താണത്? പച്ചക്കറി കടയിൽ ചെന്നാൽ പച്ചക്കറി അല്ലേ നിങ്ങൾ ചോദിക്കണ്ടേ അല്ലേ? ഇറച്ചിക്കറി ചെന്നിട്ട് നിങ്ങൾ എന്നാൽ 2 കിലോ എന്നാ കുമ്പളങ്ങ പോരട്ടെ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളുടെ മുഖത്തേക്ക് ഒന്നും കൂടി നോക്കും. ഇവരെന്തോ സാരമായ നിങ്ങൾക്ക് കണ്ണ് കണ്ടുകൂടെ, നോക്കി ഇവിടെ തൂങ്ങിക്കിടക്കുന്ന എന്നാന്ന് കണ്ടുകൂടെ ഇല്ലേ? അപ്പൊ എന്ന് പറയുന്നത് കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവം പുത്രനിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷയാണ് കർത്താവിനോട് ചോദിക്കണ്ടേ. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ഞാൻ എന്താണ് എൻ്റെ ഈശോയോട് ചോദിക്കണ്ടേ? എൻ്റെ ആത്മരക്ഷയാണ് ചോദിക്കേണ്ടത്. ആത്യന്തികമായിട്ട് എൻ്റെ സ്വർഗമാണ് ഞാൻ ചോദിച്ചു മേടിക്കണ്ടേ. എൻ്റെ ആത്മാവിൻ്റെ സൗഖ്യവും വിടുതലും വിശുദ്ധീകരണവും വീണ്ടെടുപ്പിന്റെ അനുഭവമാണ് എൻ്റെ കർത്താവിനോട് ഞാൻ ചോദിക്കണ്ടേ. ഇപ്പം വന്നിട്ട് എൻ്റെ അപ്പൻ്റെ സ്വത്ത് തരാൻ, ഇതൊക്കെ തന്നെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളും അൾത്താരയ്ക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ബലിയിൽ ഈശോ തൻ്റെ ശരീരവും രക്തവും നമുക്ക് പങ്കുവെച്ച് തരുമ്പോൾ കർത്താവിനോട് നമ്മളും അറിയാതെയാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് എന്നാ? ദൈവമേ, എന്നാ ശരീര രക്ത ഈശോയെ എൻ്റെ മകൻ്റെ വിസ ശരിയാക്കി തരണേ. സ്വർഗത്തിലേക്കുള്ള വിസയല്ല ചോദിക്കുന്നത്. എൻ്റെ മകൻ്റെ യൂറോപ്പിലേക്ക്, ജർമ്മനിക്ക് പോകാനുള്ള വിസ, UK പോകാനുള്ള വിസ, കാനഡയ്ക്കുള്ള PR, ഇതൊക്കെ ശരിയാക്കി തരണേ എന്നാണ് ചോദിക്കുന്നത്. അതല്ല ഈശോയോടുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മൾ ചോദിക്കേണ്ടേ. അവർക്ക് പറ ഹല്ലേലൂയ. എൻ്റെ കർത്താവിനോടുള്ള എൻ്റെ ബന്ധത്തിൽ കൃത്യതയോടുകൂടി എനിക്ക്, അതുകൊണ്ടാണ് മത്തായി 6:33 ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിനക്ക്. ആദ്യം ചോദിക്കേണ്ടത്, കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ ആദ്യം എന്താണ് ചോദിക്കേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കേണ്ടെന്നല്ല, അത് കർത്താവ് തരും. പക്ഷേ എൻ്റെ കർത്താവിനോട് ചോദിക്കേണ്ട, എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടത് എവിടെയൊക്കെയാണ് ഞാൻ അടിമത്തത്തിന്റെ മുഖം പേറുന്നത്, എവിടെയൊക്കെയാണ് എൻ്റെ ആത്മാവിൽ സൗഖ്യം വേണ്ടത്, എവിടെയൊക്കെയാണ് എൻ്റെ സ്വർഗരാജ്യത്തിന്റെ പ്രാപ്തിക്കും അതിന്റെ വീണ്ടെടുപ്പിനും എൻ്റെ ജീവിതത്തിൽ ഞാൻ നഷ്ടപ്പെട്ടു പോയ മേഖലകൾ, ഇതൊക്കെയാണ് തിരിച്ചു പിടിക്കാൻ ഞാൻ കർത്താവിനോട് ചോദിക്കേണ്ടത്. എൻ്റെ പിതൃ സ്വത്ത് എന്ന് പറയുന്നത് ഇതാ. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ എനിക്ക് തന്ന പിതൃ സ്വത്ത് പുത്രനായ ഈശോയാണ്. ഇത് തരാൻ വേണ്ടി ചോദിക്കണ്ടേ? ഈശോയെ തരണേ. ഹല്ലേലൂയ. വലതുറമ്പ് പറഞ്ഞേ ഹല്ലേലൂയ. അതരം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കണേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുക എന്നവനോ ആയി ആര് നിയമിച്ചു? ആരങ്ങനെയൊക്കെ പറഞ്ഞേ? വിജിലച്ചൻ പറഞ്ഞോ? കാര്യച്ചൻ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇവിടെ? ഇല്ലല്ലോ. നമ്മൾ കർത്താവിൻ്റെ അടുത്ത് വരുമ്പോൾ, യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എൻ്റെ കർത്താവിൽ നിന്നും എന്തെല്ലാം എനിക്ക് എല്ലാം തരാൻ എൻ്റെ ദൈവത്തിന് പറ്റും, എല്ലാം പൂർത്തിയാക്കാൻ എൻ്റെ ഈശോയ്ക്ക് പറ്റും. കാരണം കാൽവരി കുരിശിൽ കടന്നുകൊണ്ട് ഈശോ പറഞ്ഞത് ഇങ്ങനെയാണ്, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇറ്റ് ഈസ് അക്കംപ്ലീഷ്ഡ്. എല്ലാം പൂർത്തിയായി. എന്താണ് പൂർത്തിയായത്? മനുഷ്യകുലത്തിന്റെ രക്ഷ പുത്രനായ യേശുക്രിസ്തുവിന്റെ ബലിയുടെ പൂർത്തീകരണത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു എന്ന്. ഈ രക്ഷയുടെ അനുഭവത്തിന് വിഘാതമായി നിൽക്കുന്നതും രക്ഷയുടെ മേഖലകളിൽ അസ്വസ്ഥതകളുള്ള വിഷയങ്ങളാണ് നമ്മൾ ആദ്യം കർത്താവിനോട് ചോദിക്കുന്നത്. കർത്താവേ, നീ എന്നെ രക്ഷിക്കണം. എന്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം? ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്നുള്ള വചനം എത്രയോ സത്യമാണെന്ന് വചനം പറയുന്ന പോലെ പാപത്തിന്റെ ബന്ധനത്തിലാണോ കർത്താവ്? ഈശോയെ, ഈ പാപത്തിൽ നീ എന്നെ രക്ഷിക്കണേ. ദുശീലങ്ങളുടെ അടിമത്തുണ്ടോ? കർത്താവ്, ഇതിൽ നിന്ന് എന്നെ വീണ്ടെടുക്കണേ. വിശുദ്ധിയുടെ ആവശ്യമുള്ള മേഖലയുണ്ട്. ദൈവമേ, ഈ അശുദ്ധിയിൽ നിന്നും നീ എന്നെ നിന്റെ സ്നേഹത്തിൽ വിശുദ്ധിയിൽ എന്നെ നീ വീണ്ടെടുക്കണമേ. ആത്മരക്ഷ അപകടത്തിലായി കിടക്കുന്ന നിരാശയിലും ആകുലതയിലും ഭയത്തിലും ഒക്കെ അടിമപ്പെട്ട്, തമ്പുരാനെ, ഇതിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ. ഇതാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ആത്മരക്ഷ എവിടെയൊക്കെ അപകടത്തിലായിട്ടുണ്ടോ ആ വിഷയങ്ങളാണ് എന്നെ രക്ഷിക്കാൻ വേണ്ടി പിതാവായ ദൈവം നൽകിയ പുത്രനിലൂടെ പിതാവിൻ്റെ സ്വത്ത് നമുക്കായി അവൻ ഭാഗിച്ചു തന്നു. സ്വന്തം പുത്രനെ നമുക്ക് തന്നുകൊണ്ട് അവനിലൂടെ പിതാവായ ദൈവം നമുക്കായി എല്ലാ ആത്മീയ നന്മകളും പൂർത്തിയാക്കി. അതാണ് റോമ 8:32 വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. സ്വന്തം പുത്രനെ മാറ്റിവെക്കാതെ അവനെ എനിക്കും നിനക്കും ദാനമായി തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി തരാതിരിക്കുമോ? അവർക്ക് പറ ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി തുറന്നു വരുന്ന വചനം വായിക്കണം. അനന്തരം അവൻ അവരോട് പറഞ്ഞു, എന്താ പറഞ്ഞേ? ജാഗരൂകരായിരിക്കുവിൻ. നിങ്ങൾ ശ്രദ്ധിക്കണം, ജാഗരൂകത പാലിക്കണം. എന്താണ്? എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും, ആർത്തിയിൽ നിന്നും എല്ലാം അകന്നിരിക്കാൻ കർത്താവ് പറയാണ്. എന്നിട്ട് പറയാണ്, മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഇത് നമ്മുടെ എത്ര പേരുടെ തലയ്ക്കകത്ത് കയറുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. മനുഷ്യന്റെ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഹല്ലേലൂയ. എത്ര സമ്പത്തുണ്ടെങ്കിലും ഒരുവന്റെ ജീവിതം ധന്യമാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മുടെ കൺമുമ്പിൽ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കൈ നിറച്ച് കാശുണ്ടായിട്ടും, വലിയ സമ്പത്തുണ്ടായിട്ടും, കോടികളുടെ ആസ്തി ഉണ്ടായിട്ടും ദൈവസന്നിധിയിൽ ധന്യമല്ലാത്ത ചില ജീവിതം നയിച്ചു നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കൊണ്ട്. അതുകൊണ്ട് സമ്പത്ത് കൊണ്ടല്ല നമ്മൾ ധന്യരാകുന്നേ, നമ്മൾ എപ്പോഴും തിരിച്ചറിയാം. അവർക്ക് പറ ഹല്ലേലൂയ. പക്ഷെ ദൈവസന്നിധിയിൽ നമ്മൾ സമ്പന്നരായിരിക്കും വേണം. ഇവിടെ പ്രശ്നം, ഇവന്റെ പ്രശ്നം, ഇവനെല്ലാ സമ്പത്തും ഉണ്ട്, പക്ഷെ ദൈവസന്നിധിയിൽ സമ്പത്തില്ല, അവൻ ദരിദ്രനാണ്. നമ്മൾ ചിലപ്പോ ലോകത്തിന്റെ മുമ്പിൽ ദരിദ്രരായിരിക്കും, ഒന്നുമില്ലായിരിക്കും, പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ സമ്പന്നരായിരിക്കാം. അടുത്തിരിക്കും മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞേ, ദൈവസന്നിധിയിൽ നമ്മൾ സമ്പന്നരാണ്, ദരിദ്രരല്ല. ഇതാണ് നമ്മുടെ സന്തോഷം. നമ്മൾ അല്ലേ, പല കാര്യങ്ങൾ നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് ആലോചിക്കുമ്പോൾ ലോകത്തിൻ്റെ പല സന്തോഷങ്ങളും, ലോകം വെച്ച് നീട്ടുന്ന പല സുഖങ്ങളും ഒന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ ദൈവസ്നേഹത്തിൽ സമ്പന്നരാണ്. നമുക്ക് സ്നേഹിക്കാനുള്ള കഴിവുണ്ട്, നമുക്ക് സ്നേഹത്തിൽ നമ്മൾ സമ്പന്നരാണ്. അല്ലെ, നമുക്ക് നമ്മൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആരോടും വെറുപ്പില്ല, നമുക്ക് ആരോടും പകയില്ല, നമുക്ക് ആരോടും വൈരാഗ്യമില്ല, നമുക്ക് ആരോടും അസൂയയില്ല, നമുക്ക് എല്ലാവരും സ്നേഹിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവസ്നേഹത്തിൽ സമ്പന്നരാണ്. എനിക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്. എന്നെ വേദനിപ്പിച്ചവരോട്, എന്നെ മുറിപ്പെടുത്തിയവരോടും, എന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ അസ്വസ്ഥപ്പെടുത്തിയ എല്ലാവരോടും എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഞാൻ ദൈവസ്നേഹത്തിലും കർത്താവിൻ്റെ കരുണയിലും സമ്പന്നനാണ്. നമുക്ക് ഇവരെ ഇങ്ങനെ കാണുമ്പോൾ കൗൺസിലിംഗ് സമയത്തൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തിൽ സമ്പന്നനായവരും, ലോകത്തിൻ്റെ സമ്പന്നതയുള്ളവരും, ദൈവസ്നേഹത്തിൽ ദരിദ്രരായവരും, എന്നാൽ ദൈവസ്നേഹത്തിൽ ഇങ്ങനെ പാപ്പരത്വം പേറുന്നവരൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ ഒന്നുമില്ലായിരിക്കും, പട്ടിണിയും ദാരിദ്ര്യത്തിലായിരിക്കും കിടക്കുന്നത്, 100 കൂട്ടം പ്രശ്നം ഉണ്ടായിരിക്കും, വലിയ പ്രശ്നങ്ങളുടെ സഹനങ്ങളുടെ ഒക്കെ നടുവിലായിരിക്കും. എങ്കിലും അവർക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ട്, കിട്ടുന്ന ചിലപ്പോൾ എല്ലാവർക്കും കൂടി കഴിക്കാനൊന്നും ഇല്ലായിരിക്കും, ഇച്ചിരി കഞ്ഞിയുള്ളായിരിക്കും, ഉണക്കമീനെ ഉള്ളായിരിക്കും. അത് വളരെ സന്തോഷത്തോടെ കഴിച്ചും സമാധാനത്തിൽ കിടന്നുറങ്ങുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അവർ ദൈവിക സമാധാനത്തിൽ സമ്പന്നരാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു സഹോദരി ഇവിടെ ധ്യാനത്തിന് വന്നതാണ്. പുള്ളിക്കാരത്തി അവിടെ കുടുംബത്തിൽ 2 മക്കളാണ്, കോടിക്കണക്കിന് രൂപയാണ്. ആ ഏരിയയിൽ തന്നെ പല സ്ഥലങ്ങളും വഴിവക്കിലുള്ള പല മുറികളൊക്കെ വാടക കൊടുത്തേക്കുന്ന ഇവരാ. അതായത് ഓരോ മാസം തന്നെ 10-15 ലക്ഷം രൂപ വെറുതെ വാടക മാത്രം കിട്ടും, വെറുതെ വാടക മാത്രം. പിന്നെ സ്വന്തമായിട്ട് വലിയ വലിയ തിയേറ്ററുകൾ, ബാറുകൾ, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇളയ മകനാണ് എല്ലാം നോക്കി നടത്തുന്നത്. മൂത്ത മകൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാ സമ്പന്നതയുടെ നടുവിലായതുകൊണ്ട് പുള്ളി എല്ലാ ദിവസത്തെ ദിനചര്യ എന്ന് പറഞ്ഞാൽ സ്വന്തം ഹോട്ടലിൽ പോവുക, അവിടെ ഇരുന്ന് നന്നായിട്ട് കുടിക്കുക, കളിക്കുക, അത് കഴിഞ്ഞ് അവിടെ തന്നെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുക. കുടിച്ചു കഴിഞ്ഞൊരു പരിധി കഴിയുമ്പോൾ പിന്നെ ഓണറാണെന്നൊന്നും കുടിച്ച് അപ്പുറത്തിരിക്കുന്നവൻ ചിന്തിക്കൊന്നുമില്ല. അവിടെ കിടന്ന് കലഹവും പ്രശ്നമൊക്കെ ഉണ്ടാക്കി പിന്നെ അനിയൻ വന്ന് പൊക്കി ചേട്ടൻ എടുത്തുകൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തേണ്ട അവസ്ഥയാണ്. ഇതെല്ലാ ദിവസത്തെ പരിപാടിയാണ്. എന്നെ ചെയ്യാൻ പറ്റും? ഈ സഹോദരി അമിച്ച് ധ്യാനത്തിന് വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അച്ഛാ, ഇട്ടുമൂടാൻ കാശുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്, സമാധാനമില്ല അച്ഛാ, കുടുംബത്തിൽ ഒരു സമാധാനമില്ല. എല്ലാ ദിവസവും വൈകിട്ട് ഞാൻ പേടിച്ച് അസ്വസ്ഥപ്പെട്ട അച്ഛാ. പുള്ളിയുടെ ഭാര്യ, ഒരു കുഞ്ഞുണ്ട്, അല്ലാതെ മാനസികമായിട്ട് വേദനിച്ചും വിഷമിച്ചും ഇന്ന് എന്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് വരുന്നതെന്ന് അറിയില്ല. ഒരു സ്വസ്ഥത, സമാധാനമില്ല. പുള്ളിക്കാരത്ത് പറഞ്ഞൊരു കാര്യം, അച്ഛൻ എങ്ങനെയെങ്കിലും
എങ്ങനെയെങ്കിലും എൻ്റെ മകനെ ഒന്ന് നന്നാക്കി തരാവോ? ഇത് കൂട്ടിച്ചേർന്നാണ് അറിയാം, അച്ഛൻ പറയുന്ന കോടി ഞാൻ തരാം, പറയുന്ന കോടി ഞാൻ അച്ഛൻ തരാം. അത്രയും ഫ്രസ്ട്രേറ്റഡ്, അത്രയും അസ്വസ്ഥപ്പെട്ട, അത്രയും വിഷമിച്ചായി കഴിയുന്നത്. ഒരു സമാധാനവും സ്വസ്ഥതയില്ലാതെ, കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തും കാശും കൊണ്ടായിട്ട് മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ, സ്വസ്ഥതയില്ലെങ്കിൽ, കിടന്നുറങ്ങുന്ന ഭവനത്തിൽ സമാധാനത്തോടെ രാത്രികാലം കിടന്നുറങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ, എത്ര വലിയ മണിമാളിക ഉണ്ടെന്ന് പറഞ്ഞിട്ടും, 2 നില വീടുണ്ടെന്ന് പറഞ്ഞിട്ടും, അടച്ചുറപ്പുള്ള സകല സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടും, നല്ല കട്ടിയുള്ള മെത്തയുണ്ടെന്ന് പറഞ്ഞിട്ടും അതിൽ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിലോ, തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, ഉറങ്ങാൻ പറ്റണില്ല, സമാധാനമില്ല, പോയില്ലേ? ലോകത്തിൽ സമ്പന്നരാണ്, പക്ഷേ ദൈവസ്നേഹത്തിൽ, ദൈവിക സമാധാനത്തിൽ ദരിദ്രരാണ്. ഹല്ലേലൂയ. അതാണ് ഇവന്റെ പ്രശ്നം. ലോകത്തിന്റെ കണ്ണുകളിൽ നോക്കുമ്പോൾ വലിയ സമ്പന്നനാണ്, പക്ഷേ കർത്താവിന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ഇവൻ ദരിദ്രനാണ്. ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ദൈവിക സമാധാനത്തിനും ദൈവിക ആനന്ദത്തിനും കർത്താവിന്റെ കരുണയ്ക്കും സ്നേഹത്തിനും ആ ദൈവികമായ ക്ഷമയ്ക്കൊക്കെ നമ്മളിൽ കുറവുകളുണ്ടെങ്കിൽ നമ്മൾ ദരിദ്രരാണ്. ദൈവസ്നേഹത്തിൽ ദരിദ്രരാണ് നമ്മളിപ്പോഴും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ദൈവസ്നേഹത്തിൽ സമ്പന്നരാകാനുള്ള വിളിയാണ് സ്വർഗം നമുക്ക് തന്നിരിക്കും. പുത്രനായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം പുത്രനെ നൽകിക്കൊണ്ട് നമ്മെ അത്രയധികമായി സ്നേഹിച്ചപ്പോൾ ദൈവം ആഗ്രഹിച്ചത് ഈ സ്നേഹത്തിൽ നമ്മൾ സമ്പന്നരാകണം. ഈ സ്നേഹത്തിൽ നമ്മൾ ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഓരോ ദിവസവും ഈ സ്നേഹത്തിലാണ് നമ്മൾ വളരേണ്ടത്. യഥാർത്ഥ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ ഈ ദൈവ സ്നേഹത്തിലുള്ള വളർച്ചയാണ്. 10, 15, 20, 25 വർഷം ശുശ്രൂഷയിൽ പങ്കുചേർന്നിട്ടും, ശുശ്രൂഷയുടെ ഭാഗമായിട്ടും, വചനം കേട്ടിട്ടും, ദൈവത്തെ ആരാധിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും സ്നേഹത്തിൽ ഒരു അഭിവൃദ്ധി ഇല്ല എങ്കിൽ, സ്നേഹത്തിൽ വളർച്ച ഇല്ല എങ്കിൽ നമ്മൾ ആത്മീയമായിട്ട് വളർന്നിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോ ദിവസവും ദൈവമേ, ഇന്നലെ എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയെ ശരിക്കും സ്നേഹിക്കാൻ പറ്റിയില്ല, എൻ്റെ കുഞ്ഞുങ്ങളെ ശരിക്കും സ്നേഹിക്കാൻ പറ്റിയില്ല, എൻ്റെ മാതാപിതാക്കളെ ഈശോ നീ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ പറ്റില്ല, പക്ഷേ ഞാൻ ഇന്ന് അല്പം കൂടി സ്നേഹിക്കും. ഓക്കെ, അല്പം കൂടി ഞാൻ എൻ്റെ അപ്പനെ സ്നേഹിക്കും, എൻ്റെ അമ്മയെ സ്നേഹിക്കും. ഓക്കെ, അവർക്ക് കുറവുണ്ട്, അപ്പന് കുറവുണ്ട്, അമ്മയ്ക്ക് കുറവുണ്ട്, പറയുന്നൊന്നും നല്ലതല്ല, ചെയ്യുന്നതൊന്നും നല്ലതല്ല, എപ്പോഴും അസ്വസ്ഥയാണ്, ബുദ്ധിമുട്ട്, എങ്കിലും എൻ്റെ അപ്പനെ ഞാൻ സ്നേഹിക്കും. ഇതൊരു തീരുമാനമാണ്, ഇതൊരു നിലപാടാണ്. ദൈവസ്നേഹത്തിൻ്റെ സമ്പന്നതയിലുള്ള നിലപാടാണ്. ദൈവസ്നേഹത്തിൽ ഒരുവന് സമ്പന്നനാകുമ്പോൾ ഉള്ള നിലപാടാണ് എന്തൊക്കെ വേദനകൾ ഉണ്ടായാലും, എന്തൊക്കെ സഹനങ്ങൾ ഉണ്ടായാലും, ഏതൊക്കെ രീതിയിൽ എന്നെ വേദനിപ്പിച്ചാലും തിരിച്ച് വേദനിപ്പിക്കാതെ സ്നേഹിക്കുമെന്ന് ഒരു ദൈവ പൈതൽ പറയുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യാൻ തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ അത് ദൈവസ്നേഹത്തിന്റെ സമ്പന്നതയിലുള്ള ഒരു തീരുമാനമാണ്. അവർക്ക് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്നേഹത്തിൽ സമ്പന്നനായാലും അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ അതുകൊണ്ടാണല്ലോ മത്തായി 5-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിന്നെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, നിന്നെ ഉപദ്രവിക്കുന്നവരെ നീ സ്നേഹിക്കുവിൻ എന്നൊക്കെ കർത്താവ് പറയും. ഈ സ്നേഹത്തിന്റെ സമ്പന്നതയിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ അപ്പനെ സ്നേഹിക്കുന്ന എനിക്ക് കുഴപ്പമില്ല, അമ്മയെ സ്നേഹിക്കുന്നതിന് കുഴപ്പമില്ല, കുറവുണ്ട്, അപ്പന് ഒത്തിരി കുറവുണ്ട്, അമ്മയ്ക്ക് കുറവുണ്ട്, ജീവിത പങ്കാളിക്ക് അതിലേറെ കുറവുണ്ട്, മക്കൾക്കാണെങ്കിൽ ഒറ്റണം പറഞ്ഞാൽ കേൾക്കുന്ന പോലുമില്ല, അനുസരിക്കുന്നുമില്ല, തോന്നിയാസമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും എൻ്റെ സ്നേഹത്തിന് കുറവുണ്ടാകുന്നില്ല, തിരുത്തുന്നില്ലെന്നോ ഉപദേശിക്കുന്നില്ല ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് എൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തിന് കുറവുണ്ടാകുന്നില്ല. എനിക്കെൻ്റെ ജീവിത പങ്കാളി എന്നോട് അവിശ്വസ്തത കാണിച്ചു, എന്നെ മുറിപ്പെടുത്തി, പറയുന്ന വാക്കുകൾ കൊണ്ട് നിരന്തരം എന്നെ വേദനിപ്പിക്കുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല. എന്നിരുന്നാലും എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയോടുള്ള സ്നേഹത്തിന് കുറവുണ്ടാകുന്നില്ല എന്നുള്ളത് എന്നിലുള്ള ദൈവസ്നേഹത്തിൻ്റെ സമ്പന്നതയാണ്. ഞാൻ ദൈവസ്നേഹത്തിൽ സമ്പന്നനാണ് എന്നതിൻ്റെ തെളിവാണത്. ഹല്ലേലൂയ. ഇപ്പോൾ കർത്താവിൻ്റെ കരുണ, അതിൽ ഞാൻ സമ്പന്നനാകുമ്പോഴാണ് വചനം പറയുന്ന പോലെ എന്നെ മുറിപ്പെടുത്തിയവനെ സ്നേഹിക്കാൻ പറ്റുന്നത്. സ്നേഹത്തിന് അർഹതയില്ലാത്ത ജീവിതങ്ങളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നത്, എന്നെ ക്ഷമിക്കാത്തവരോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നത്, എന്നെ കുറിച്ച് നല്ലത് പറയാത്തവനെ കുറിച്ച് നല്ലത് പറയാൻ പറ്റുന്നത് ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ സമ്പന്നതയിൽ ഒരു ദൈവവേദലാകുമ്പോഴാണ്. എന്താണ്? അർഹിക്കാത്ത സ്നേഹമാണ് കൊടുക്കുന്നതാണ് ദൈവത്തിന്റെ കരുണ. അവൻ അർഹിക്കുന്നതല്ല, അവൾ അർഹിക്കുന്നതല്ല, അവനൊരു യോഗ്യതയില്ല, അവൾക്കൊരു യോഗ്യതയില്ല എൻ്റെ സ്നേഹത്തിനും എൻ്റെ കാരുണ്യത്തിനും. പക്ഷേ ഒരു യോഗ്യതയില്ലാതിരുന്നിട്ടും ഞാൻ അവനെ സ്നേഹിക്കുക, കരുണ കാണിക്കുക. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, നാം പാപികളായിരിക്കെ
നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നാം പാപികളായിരിക്കെ നമുക്ക് ഒരു യോഗ്യതയില്ല. നമ്മൾ നല്ലവരല്ല, വിശുദ്ധരല്ല, ഏതെങ്കിലും രീതിയിൽ യോഗ്യരല്ല. നാം പാപികളായിരിക്കാം, മറ്റോ അയോഗ്യരായിരിക്കെ പുത്രനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുത്രനിലൂടെ ദൈവം വെളിപ്പെടുത്തിയെന്നാ പറയുന്നത്. അപ്പോ കർത്താവിന്റെ കാരുണ്യത്തിൽ ഒരുവൻ സമ്പന്നനാകുമ്പോൾ അർഹിക്കാത്ത സ്നേഹം നൽകുന്നവനായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വചനം പറയാണ്, അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. മനുഷ്യ ജീവിതം, അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല എന്താണെന്ന് ധന്യമാകുന്നത്. ഇത് കിട്ടിയാൽ നമുക്ക് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ചെറിയൊരു ആശ്വാസമാകും. ചെറിയൊരു ആശ്വാസം നമുക്ക് കിട്ടും, അല്ലേ? പക്ഷെ കർത്താവിൽ നമ്മൾ ഇനിയിപ്പോ ലോകവുമായി ബന്ധപ്പെട്ട് നമ്മൾ ദരിദ്രരായിരിക്കുകയും ദൈവസ്നേഹത്തിൽ ദരിദ്രരായിരിക്കുകയും ചെയ്താലോ എന്തൊരു ഗതികെട്ട അവസ്ഥയാണെന്ന് ആലോചിച്ചു. ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ ദരിദ്രരാണ്, ഓക്കെ, ഭൗതികമായ ദാരിദ്ര്യമുണ്ട്, പട്ടിണി ദാരിദ്ര്യമൊക്കെ ശരിയാണ്. ഇനി ദൈവസ്നേഹത്തിലും കൂടി ദരിദ്രരാണെങ്കിലോ, സ്നേഹിക്കാനും പറ്റുന്നില്ല, വെറുപ്പിലും വിദ്വേഷത്തിലും ദേഷ്യത്തിലും ഇങ്ങനെ പകയിലും വൈരാഗ്യത്തിലും ഒക്കെയാണ് കഴിയുന്നെങ്കിലോ, ഏറ്റവും എളുപ്പം ഒരു കുഴി വെട്ടി മൂടുന്നതായിരിക്കും നല്ലത്, അല്ലേ? കർത്താവ് പറയുന്ന പോലെ കഴുത്തിൽ തിരികല്ല് കെട്ടി, അതാണ് നല്ലതെന്നാ പറയാം. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒന്നും ഈ ലോകത്ത് മനുഷ്യൻ ലോകത്തിന് മുമ്പിൽ ദാരിദ്ര്യമാണ്, ദൈവസമ്പത്തിൽ ദൈവീക സമ്പത്തിലും നമ്മൾ ദരിദ്രരാണ്. അപ്പൊ ലോകത്തിനും വേണ്ട, മനുഷ്യർക്കും വേണ്ടാത്ത അവസ്ഥയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. എന്നിട്ടാണ് ഈശോ ഒരു ഉപമ പറയുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോ, 16 മുതൽ. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു. ധനികൻ സമൃദ്ധമായ വിളവ് കിട്ടിയപ്പോൾ അവൻ ഇങ്ങനെ ചിന്തിച്ചു. എങ്ങനെ ചിന്തിച്ചേ? വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. ഇത്രേ പറഞ്ഞതിൽ ശ്രദ്ധിച്ചു കേട്ടോ, അവൻ്റെ സംസാരം ശ്രദ്ധിച്ച, ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ, ഞാൻ, എൻ്റെ, ഞാൻ, എനിക്ക്, ഇത് മാത്രമേ പുള്ളി പറയുന്നുള്ളൂ. അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. എന്ന് പറഞ്ഞാൽ ദൈവമില്ലവന്, എല്ലാം അവൻ്റെ കഴിവ് കൊണ്ട്, അവൻ്റെ സാമർഥ്യം കൊണ്ട് അവൻ സമ്പാദിച്ചാണ്. അതുകൊണ്ട് അവൻ പറയുന്നത് നോക്കി, അവൻ പറയാണ്, ഞാനിനി ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും, ഇതാരും ഇവിടെ സൂക്ഷിച്ച്, എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും, എൻ്റെ അറപ്പുളകെ പൊളിച്ച് ഞാൻ വലിയ പടിയും, എന്നിട്ട് എൻ്റെ ധാന്യ വിഭവങ്ങളും ഞാൻ സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേകം വർഷങ്ങൾക്ക് വേണ്ടത് സംഭരിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ, എൻ്റെ, എനിക്ക് എന്നൊക്കെ പറയുന്ന നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിൻ്റെയും ലക്ഷണമാണ്. അഹങ്കാരിക്ക് ദൈവമില്ല, എല്ലാം അവൻ്റെ കഴിവുകൊണ്ട് നേടിയതാണ്. ദൈവത്തിന് റോളൊന്നുമില്ല. ദൈവത്തിന് നമ്മളറിയില്ലേ, ഇവൻ എല്ലാ പദ്ധതികളും മെനയുമ്പോൾ അതിനകത്തൊരു പ്രത്യേകത ഉണ്ട്. ഈ പദ്ധതികളിലൊന്നും ദൈവത്തിന് സ്ഥാനമില്ല. ഞാൻ, എനിക്ക്, ഞാൻ എന്ത് ചെയ്യും, ഞാനിങ്ങനെ ചെയ്യും, ദൈവത്തിന് ഒരു സ്ഥാനമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ പദ്ധതികളിൽ ദൈവത്തിന് സ്ഥാനമില്ലാത്ത മനോഭാവങ്ങളാണെങ്കിൽ അതെന്ത്, എങ്ങനെ, എന്തായി തീരുമെന്നുള്ളതാണ് തുടർന്നുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പം നമ്മൾ പദ്ധതികൾ മെനഞ്ഞു, നമുക്ക് വേണ്ടത്, കുടുംബത്തിന് വേണ്ടത്, മക്കൾക്ക് വേണ്ടത്, ഇങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് മനസ്സിലാക്കി കണ്ടുപിടിച്ച് എന്നിട്ട് നമ്മൾ തന്നെ ഒരു തീരുമാനം എടുത്താൽ, ഓക്കെ, ഒരു കാര്യം ചെയ്യും, എന്നാ നീ എന്നാ അങ്ങോട്ട് പോക്കോ, നീ അത് തുടങ്ങിക്കോ, നീ ആ ബിസിനസ് തുടങ്ങിക്കോ, അത് ശരിയാ, അത് എല്ലാം എൻ്റെ ആലോചനയാണ്, എല്ലാം എൻ്റെ തീരുമാനമാണ്, എല്ലാം ഞാൻ ദൈവത്തോട് ഒരു ആലോചനയില്ല, ദൈവത്തിന് ഒരു സ്ഥാനമില്ല. ഈ എൻ്റെ ജീവിതത്തിൻ്റെ ഈ പദ്ധതിയിൽ ഞാൻ പറയില്ലേ, എൻ്റെ ദൈവത്തിന് ഈ പദ്ധതി ഒരു സ്ഥാനവുമില്ല. ഇതെല്ലാം എൻ്റെ പദ്ധതി, എൻ്റെ തീരുമാനം.
ഇത് സ്വാർത്ഥതയുടെ ലക്ഷണമാണ്, അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. ഇത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. അവർക്ക് പറയാം ഹല്ലേലൂയ. അഹങ്കാരിക്ക് ദൈവം ഇല്ല എന്നാ വചനം പറയുന്നത്. അഹങ്കാരിക്ക് ദൈവം ഇല്ല, അവനാണ് അവൻ്റെ ദൈവം. അഹങ്കാരിയുടെ പ്രത്യേകതയാണ് അഹങ്കാരിയുടെ ദൈവം അവൻ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ചില വീട്ടിലൊക്കെ ചില കുടുംബാംഗങ്ങൾ കാണും ഇങ്ങനെ അഹങ്കാരമുള്ളവർ. അവർ പറയും, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും, ഞാൻ പറയുന്നതാണ് ശരി, എനിക്ക് തെറ്റു പറ്റില്ലെന്നേ, എനിക്കറിയാം എന്നാ ചെയ്യണമെന്ന്, എന്നെ പഠിപ്പിക്കാനൊന്നും. എന്നിട്ട് വലിയ കുഴി പോയി ചാടും കേട്ടാ. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് വലിയ കുഴി കിടക്കുവാ. എന്നിട്ട് കൈ കൊടുത്ത്, അയ്യോ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ. ആരും ഉണ്ടാവില്ല അപ്പം സഹായിക്കാൻ. എന്നെ ആരും പഠിപ്പിക്കണ്ട, എന്നെ ആരും നന്നാക്കാൻ വരണ്ട, എനിക്കറിയാം എന്നാ ചെയ്യണ്ടേന്ന് ഞാൻ പറയുന്ന അങ്ങനെ. ഇതൊക്കെ അഹങ്കാരത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അവന് ദൈവമില്ലെന്നേ, അവന്റെ ശരി അവൻ തന്നെയാണ്, അവന്റെ ദൈവം അവൻ തന്നെയാണ്. അവൻ തന്നെ തീരുമാനിക്കും എന്ത് ചെയ്യണമെന്നും, അവൻ തന്നെ തീരുമാനിക്കും അവന്റെ ശരി എന്താണെന്ന്. അതുകൊണ്ടാണ് വചനം പറയുന്ന അഹങ്കാരിക്ക് ദൈവം ഇല്ലെന്ന്. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. പ്രഭാഷകൻ 10 അതിൻ്റെ 11 മുതലുള്ള വചനങ്ങളൊന്ന് വായിക്കാവോ? വെരി ഗുഡ്. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്നും അകലുന്നു. അഹങ്കാരം തുടങ്ങുമ്പോൾ അവൻ കർത്താവിൽ നിന്നും അകലുന്നു. ഹൃദയം അവന്റെ സ്രഷ്ടാവിനെ പരിത്യജിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ കർത്താവിനെ പരിത്യജിക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരാലോചനയിൽ ദൈവത്തിന് സ്ഥാനമില്ല, എൻ്റെ കുടുംബത്തിൽ ഒരു തീരുമാനത്തിൽ ദൈവത്തിന് സ്ഥാനമില്ല, എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരാലോചനയിൽ ദൈവത്തിന് സ്ഥാനമില്ല. ഞാൻ പോകുന്ന യാത്രകളിൽ, ജീവിതയാത്രകളിൽ, എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ദൈവത്തിന് സ്ഥാനമില്ല. ഞാൻ തീരുമാനിക്കും, ഞാൻ ആലോചിക്കും, ഞാൻ അന്വേഷിക്കും, ഞാൻ കണ്ടെത്തും, ഞാൻ ചെയ്യും. ഇവിടെ പറയാണ് അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്നും അകലുന്നു. ഹൃദയം അവൻ്റെ സ്രഷ്ടാവിനെ പരിത്യജിക്കുന്നു. അടുത്ത വചനം പറയാണ്, അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതിനോട് ഒട്ടി നിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകളയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു. അഹങ്കാരിയുടെ അന്ത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപൂർവമായ പീഡകൾ അയച്ച് നിശേഷം നശിപ്പിച്ചു കളയുന്നു. അതായത് ഇങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള അടിയായിരിക്കും കിട്ടുന്നത്, ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള അടിയായിരിക്കും വരുന്നത്, പ്രശ്നമായിരിക്കും വരുന്നത്. അവന് തന്നെ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നത്തിലേക്ക് അകപ്പെട്ടു പോകും. അപൂർവമായ പീഡകൾ അയച്ച് നിശേഷം നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അഹങ്കാരിയുടെ അന്ത്യത്തെക്കുറിച്ചാണ് വചനം പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുക. ഇവൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിൽ എൻ്റെ ധാന്യവും വിഭവവും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേകം വർഷങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. തിന്ന് കുടിച്ച് ആസ്വദിച്ച് ആനന്ദിച്ച് ജീവിക്കുക. ഹല്ലേലൂയ. ഈ സമ്പത്ത് മുഴുവനും റെഡിയാക്കിയിട്ട് ഇതെല്ലാം ആക്കിയിട്ട് ഇവൻ ആത്മാവിനോട് പറയുവാണ്, ഇനി തിന്നു കുടിച്ചോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഭൗതിക സമ്പത്ത് നമ്മുടെ ആത്മരക്ഷ ഉറപ്പിക്കില്ല. ലൗകിക സമ്പത്ത് നമ്മുടെ ആത്മരക്ഷ ഉറപ്പിക്കാൻ കഴിവുള്ളതല്ല. ഇവൻ ഈ ആത്മാവിനോട് പറയാണ്, ആത്മാവിനോട് പറയും, എല്ലാം ഉണ്ട് കേട്ടോ, അറപ്പുരകളൊക്കെ പൊളിച്ച് വലുതാക്കിയിട്ടുണ്ട്, ഇനി വർഷങ്ങൾ തിന്നാനും കുടിക്കാനും ആസ്വദിക്കാനുള്ളതൊക്കെ ഉണ്ട്. ആത്മാവേ, ഇനി തിന്നു കുടിച്ച ആസ്വദിക്കാൻ പറഞ്ഞു. ഭൗതികമായതെല്ലാം ഒരുക്കി വെച്ചിട്ട് ആത്മാവിനോട് പറയാണ്, തിന്നു കുടിച്ച. ആത്മാവിന്റെ ആനന്ദം ഇതല്ല. ഹല്ലേലൂയ. ഒരാത്മാവിന്റെ നിത്യമായ ആനന്ദം എന്ന് പറയുന്നത്, നിത്യമായ സമാധാനം എന്ന് പറയുന്നത് അവന്റെ കർത്താവിൽ, ആത്മാവിൽ, ദൈവത്തിൽ അഭയം പ്രാപിക്കുമ്പോഴാണ്, വിലയം പ്രാപിക്കുമ്പോഴാണ് നിത്യമായ ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പോഴാണ് ഭൗതികമായ ലൗകികമായതെല്ലാം ഉണ്ടാക്കിയിട്ട് പറയാണ്, ആത്മാവെ, ഇനി തിന്നുകുടിച്ച് ആനന്ദിച്ചോളാൻ. ഭൗതിക സമ്പത്ത്, ലോകത്തിന്റെ സമ്പത്ത് നമ്മുടെ ആരുടെയും ആത്മരക്ഷയോ നിത്യതയോ ഉറപ്പിക്കാൻ ശക്തിയുള്ളതല്ല. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇനി അങ്ങോട്ട് കുറേ നാൾ ജീവിച്ച് സുഖിച്ച് ജീവിക്കും എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് അടുത്ത വചനം കേട്ടോ.
20-ാമത്തെ വചനം. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചതൊക്കെ ആരുടേതാകും? പറ, ആരുടേതാകും? ഈ പിടിച്ചു വെച്ചതും ചതിച്ചുണ്ടാക്കിയതും ആർക്കും കൊടുക്കാതെ കള്ളത്തരം കാണിച്ചും കള്ളപ്പലിശ മേടിച്ചും ചതിച്ചും കൈക്കൂലി മേടിച്ചും ഒക്കെ ഉണ്ടാക്കി കൂട്ടി വെച്ചതൊക്കെ ആരുടേതാകും? ഞാൻ ചില മാതാപിതാക്കൾ അധ്വാനിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാ മക്കൾക്ക് വേണ്ടിയിട്ടച്ചാ? 3-4 തലമുറയ്ക്ക് തിന്നാനുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറയും, നിങ്ങൾ പോയി കഴിയുമ്പോൾ ഇതുങ്ങൾ എങ്ങനെ ഇതൊക്കെ ചെലവഴിക്കും? നിങ്ങൾക്ക് വല്ല പിടുത്തമുണ്ടോ? ഇപ്പം തന്നെ ദൂർത്തടിക്കാൻ തുടങ്ങി നിങ്ങളുള്ളപ്പോൾ തന്നെ. ഇപ്പം നിങ്ങളില്ലെങ്കിലോ? എന്നിട്ട് ഇങ്ങനെ കൂട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക മക്കൾക്ക് വേണ്ടിയിട്ട്. സ്വർഗത്തിൽ ഒരു സമ്പാദ്യം ഉണ്ടാക്കാൻ താല്പര്യമില്ലതാനും കേട്ടോ. ലോകത്തിൽ സമ്പാദ്യം ഉണ്ടാക്കുന്ന കാര്യം മാത്രമേ തലയ്ക്കത്തുള്ളൂ, അതിനു വേണ്ടി മാത്രം അധ്വാനമുള്ളൂ. സ്വർഗത്തിന്റെ ഒരു സമ്പാദ്യമില്ല. ആരും ഇതുവരെ ഒരു കൈയഞ്ഞ് സഹായിച്ചിട്ടില്ല, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടില്ല, ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഒരാൾക്ക് ഒരു സഹായം നീട്ടിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് വരെ. എല്ലാം അങ്ങനെ കൂട്ടി വെച്ച് മക്കൾക്ക് തലമുറയ്ക്കായിട്ട് വെച്ച് അവസാനം ചിലപ്പോൾ ഒരു പ്രായമായി കഴിയുമ്പോൾ ഈ പറഞ്ഞ മക്കൾ തന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും. അപ്പോൾ എടാ, ഞാനായിട്ട് ഉണ്ടാക്കിയതാ പുറത്തിറക്കാൻ പറയും കേട്ടാ. ഗതികേടിനെല്ലാം എഴുതി വെച്ച് കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒന്നും അല്ലേ? അതുകൊണ്ട് നിങ്ങളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മരിക്കുന്നവരെയൊക്കെ അവിടെയൊക്കെ കുറച്ചൊക്കെ ഇടുന്നല്ലോ. ഒരു 6 അടി മണ്ണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി എവിടെയെങ്കിലും ഇടുന്നതല്ല. അല്ലെങ്കിൽ ഉണ്ടല്ലോ അവസാനം അവിടെ നിന്ന് ചിലപ്പോൾ പുറത്താക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ കാലമല്ലേ, ഒന്നും പറയാൻ പറ്റിയല്ല. ഒന്ന് ചിന്തിക്കാം. നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിലാണ് സ്വന്തം മക്കളും മാതാപിതാക്കൾക്കെതിരെ തിരിയുന്നത്. ചില സമയത്ത് നമ്മൾ വണ്ടർ അടിച്ചിട്ട്, ഇത് മകൻ തന്നെയാണോ ഈ പറയുന്നത്? സ്വന്തം അമ്മയല്ലേ ഇത്? നൊന്ത് പറ്റ് ഇത്രയും വർഷം വളർത്തി വലുതാക്കി എല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ സ്വന്തം അമ്മയോട് കാണിക്കുന്ന ക്രൂരത കണ്ടോ? ഒരു അപ്പനോട് കാണിക്കുന്ന ക്രൂരത കണ്ടോ? ഒന്ന് സ്വന്തം വീട്ടിൽ കിടക്കാൻ കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കി കെട്ടിപ്പൊക്കിയ സ്വന്തം ഭവനത്തിൽ അന്തിയുറങ്ങാൻ ഒരപ്പന് പറ്റണില്ലെന്ന് സമ്മതിക്കുന്നില്ല മക്കള്. എന്തൊരവസ്ഥയാന്ന് നോക്കിയേ. ഇപ്പം ഇങ്ങനെയാണെങ്കിൽ വരും കാലങ്ങളിൽ ഇതിനേക്കാളൊക്കെ കഠിനമായിട്ട് ജീവിതം മാറുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ളതൊക്കെ നേരത്തെ കൊടുത്തോളുക. അതാണ് ഏറ്റവും നല്ലത്. എന്തെങ്കിലും മക്കൾക്ക് കൊടുക്കാനുണ്ടോ അതൊക്കെ അവർക്ക് ആവശ്യമുള്ള സമയത്ത് അങ്ങോട്ട് കൊടുക്കുക. കല്യാണമോ കഴിച്ച ഒരു ഫാമിലി ആവുമ്പോഴേ കൊടുക്കാനുള്ളോ കൊടുത്തുക. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ അന്തി ഉറങ്ങാൻ സ്ഥലമുണ്ടോ അവിടെ സമാധാനത്തിൽ ഉറങ്ങുക കേട്ടാ. ഇനി ഇതും കൂടി അങ്ങോട്ട് എഴുതി വെച്ചാൽ ഉറക്കം വഴിയിലായിരിക്കും. ചിലപ്പോൾ വഴിയിൽ വല്ലതും കിടക്കേണ്ട അവസ്ഥ വരും. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കാരിസ്മ വൃദ്ധമന്ദിരമുണ്ടല്ലോ, അവിടെ വല്ലതൊക്കെ വന്ന് കിടക്കേണ്ട വരും. ഇവിടെ ഹൗസ് ഫുള്ളാണ്. നിങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കേണ്ടി വരും. എത്ര നാൾ നിങ്ങൾ നിന്നാലായിരിക്കും നിങ്ങൾക്ക് ചാൻസ് കിട്ടുന്നത്? അപ്പം അതുകൊണ്ട് ഇവിടെ ഉണ്ടെന്ന് കരുതി നിങ്ങൾ കുരുത്തക്കേടൊന്നും കാണിച്ചേക്കരുത് കേട്ടോ. ഇവിടെ എല്ലാം വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. എല്ലാം 3-4 ദിവസം കൂടുമ്പോൾ ആരെങ്കിലുമൊക്കെ വരും. ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറയും, നിവേദനം തന്നേര് സൂക്ഷിച്ച് വെക്കാം. അടുത്ത ചാൻസ് കിട്ടുമ്പോൾ നിങ്ങളെ എങ്ങനെ ചാൻസ് കിട്ടുന്നത്? ഒരാൾ മരിക്കണം കേട്ടോ, അല്ലാതെ എങ്ങനെ ചാൻസ് കിട്ടുന്നത്? അപ്പോൾ അവർ പറയും ഞങ്ങൾ പ്രാർത്ഥിക്കാച്ചാന്ന്. ഞാൻ പറയും വേണ്ട, അവിടെ ഉള്ളവരിപ്പോൾ സമാധാനത്തിൽ പ്രാർത്ഥിച്ചൊക്കെ നല്ല സന്തോഷത്തിൽ കഴിയുന്നുണ്ട്. പ്രാർത്ഥിക്കൊന്നും വേണ്ട, ദൈവം അനുവദിക്കുന്ന എന്തെങ്കിലും കാര്യം ഒരുക്കുവാണെങ്കിൽ അപ്പോൾ നിങ്ങളെ വിളിക്കാം. എഴുതി നിങ്ങളുടെ പേര്, ഡീറ്റെയിൽ, ഫോൺ നമ്പറൊക്കെ പറഞ്ഞ് മേടിച്ച് വയ്ക്കും. ഇവൻ വിചാരിച്ചെന്നാന്നറിയോ? ഇവൻ വിചാരിച്ചു ഇനി എനിക്ക് അനേകം വർഷങ്ങൾ ജീവിക്കാമെന്ന്. കുറേ നാൾ ഇനിയും കിടക്കുമെന്ന് വിചാരിച്ചു. എല്ലാം ആയി, ഇനിയിപ്പോൾ ഇനി തിന്ന് കുടിച്ച് ആനന്ദിച്ചോളാൻ പറഞ്ഞു. വലിയ ഭാവി ഞങ്ങൾ കിടക്കുമെന്ന് വിചാരിച്ചു. ദിവസങ്ങൾ ഇനിയും ഉണ്ടെന്നാ വിചാരിച്ചത്. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ വിളിച്ചാൽ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നും ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചതൊക്കെ ആരുടേതാകും? ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പേ നമ്മൾ മുകളിലോട്ട് പോകും. ഉറപ്പാ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പേ നമ്മൾ മരിക്കും. കാരണം നമ്മൾ ആരും മരിക്കാൻ
ആഗ്രഹിക്കാത്തത് കൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഒരു ദിവസം മുമ്പേ നമ്മൾ പോകും. ജോബിന്റെ പുസ്തകം 9 അധ്യായം 25 വചനം വായിച്ചേ. ജോബ് 9:25. ഉറക്കെ വായിക്കേ. ജോബ് പറയാണ്, എൻ്റെ ദിനങ്ങൾ ഓട്ടക്കാരനേക്കാൾ വേഗത്തിൽ പായുന്നു. അയ്യോ, എൻ്റെ ദിനങ്ങൾ ഓട്ടക്കാരനേക്കാൾ വേഗത്തിൽ പായുന്നു, അവ പറന്നു പോകുന്നു, ഒരു നന്മയും കാണുന്നില്ല. ഓട്ടക്കാരനേക്കാൾ വേഗത്തിലാണ് പൊക്കൊണ്ടിരിക്കുന്നത്. പൊക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി എത്ര കൺവെൻഷൻ കൂടാൻ വരുമെന്നൊന്നും അല്ലേ? സിറോ മലബാർ കുർബാനയിൽ ആ പ്രാർത്ഥന ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പം അതെടുത്ത് കളഞ്ഞെന്ന് തോന്നുന്നു. നല്ലൊരു പ്രാർത്ഥനയായിരുന്നു. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. സത്യമാണ്. ഓട്ടക്കാരനേക്കാളും വേഗത്തിലാണ് പൊക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ലോകത്ത് എന്തെങ്കിലും സമ്പാദിച്ചാൽ ഇതിൻ്റെ ഒന്നും ഉടമസ്ഥാവകാശം നമുക്കില്ല എന്ന് നമ്മൾ അറിയണം. ഇതൊന്നും നമ്മൾ കൊണ്ടുപോകില്ല. നമ്മൾ അധ്വാനിച്ചതും നമ്മൾ കെട്ടിപ്പൊക്കിയതും നമ്മൾ സമ്പാദിച്ചതും നമ്മൾ ചതിച്ചുണ്ടാക്കിയതും എങ്ങനെയൊക്കെ കൈപ്പിടിയിൽ നമ്മൾ ഒതുക്കാൻ ആഗ്രഹിച്ചതും സമ്പാദിച്ച് വെച്ചതൊന്നും നമ്മൾ കൊണ്ടുപോകില്ല എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനം 4 അധ്യായം 13 മുതലുള്ള വചനങ്ങളിൽ വളരെ സുന്ദരമായൊരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ എന്താണ് പറയേണ്ടത്? നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് എന്നിട്ട് നമ്മൾ എന്താണ് പറയേണ്ടത്? ഇന്നോ നാളെയോ ഞങ്ങൾ ഈ പട്ടണത്തിൽ പോയി അവിടെ 1 വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ. നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അല്ലേ? നമ്മളങ്ങനെയാണല്ലോ സ്വപ്നങ്ങൾ കാണുന്നത്. സ്വപ്നം കാണുന്നതിനൊന്നും കുഴപ്പമില്ല, സ്വപ്നങ്ങളൊക്കെ കാണുന്ന സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുകയും കൂടി വേണം. ചിലർ സ്വപ്നം കാണൽ മാത്രമേ ഉള്ളൂ, അധ്വാനമൊന്നുമില്ല. അതുകൊണ്ട് എന്താ, എല്ലാ ദിവസവും സ്വപ്നം കാണും, ഒന്നും ജീവിതത്തിലെത്താൻ പറ്റില്ല. സ്വപ്നം കാണുന്നതിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുകയും കൂടി വേണം. ഇവിടെ പറയാണ്, നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ. ഈ കട്ടപ്പന ഭാഗത്തൊക്കെ പോയിട്ടുണ്ട് നിങ്ങൾ? വാഗമൺ, കട്ടപ്പന, അവിടെയൊക്കെ പോകുമ്പോൾ ഈ മഴയൊക്കെ പെയ്ത് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് കോട കാണാം. വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ കോട പെട്ടെന്ന് ഇതെല്ലാം മാഞ്ഞു പോകുന്നതാണ്. നല്ല വഴിയൊക്കെ നല്ല ക്ലിയറായി. പിന്നെയും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കോടയൊക്കെ ഇറങ്ങി നിൽക്കുന്നതാണ് എന്ന് പറയുന്ന പോലെയാണ്. വെറും മൂടൽ മഞ്ഞാണ് നമ്മൾ. അത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. എന്താണ് പറയേണ്ടത് പറഞ്ഞിരുന്നുണ്ട്. നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണ്: കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കും, യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. ഇതാ പറയേണ്ടത്. കർത്താവ് മനസ്സാകുന്നെങ്കിൽ ജീവിക്കും, യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. എൻ്റെ കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞാൻ മുന്നോട്ട് ജീവിക്കും. എൻ്റെ കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞാൻ ജീവിക്കും. കണ്ടോ? അങ്ങനെയാണ് പറയേണ്ടത്. ഇവിടെ മറ്റവൻ പറഞ്ഞോ, ഞാൻ എല്ലാം ശരിയാക്കും, ഞാൻ എല്ലാം ശരി, എന്നിട്ട് എല്ലാം ശരിയായില്ലേ? എന്നിട്ട് കർത്താവ് പറഞ്ഞത്, ഈ രാത്രി ഭോഷ, ഈ രാത്രി നിന്നെ ഞാൻ വിളിച്ചാൽ, നിന്റെ ആത്മാവിനെ ഞാൻ ആവശ്യപ്പെട്ടാൽ, നീ ഒരുക്കി വെച്ചതൊക്കെ ആരുടേതാകും? ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. ഈ സുവിശേഷഭാഗത്തിന്റെ കാതലായ സന്ദേശം അത് തന്നെയാണ്. കൂടെ നിർത്തുകയാണ്. ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ ലോകത്തിൽ സമ്പന്നരാകുകയും ദൈവസന്നിധിയിൽ സമ്പന്നരാകാതിരിക്കുകയും ചെയ്യുന്നവരുടെ അവസാനം എന്തെന്ന് ആണ് വചനം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഹല്ലേലൂയ. സ്വർഗത്തിൽ വീട് പണിയാൻ തുടങ്ങിയോ? കട്ട കെട്ടാൻ തുടങ്ങിയോ? സിമെന്റ് കമ്പിയൊക്കെ മേടിച്ചോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ പറഞ്ഞായിരുന്നു ഞങ്ങളുടെ ഇവിടെ ഒരു അച്ഛൻ്റെ കാര്യം. വർഗീസ് അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛനോട്, പ്രായമുള്ളൊരു അച്ഛനെ. അപ്പം അച്ഛൻ എങ്ങനെയാണെന്നറിയാം, ഞങ്ങൾ ഭക്ഷണം കഴിച്ച് തീരുന്നതിന് മുമ്പ് ഓടി വന്നിട്ട് ആ ഗ്ലാസും ആ പാത്രം എല്ലാം എടുത്തുകൊണ്ടോ കഴുകാനായിട്ട് അങ്ങോട്ട്. അപ്പം ഞങ്ങൾ അച്ഛനെ പറഞ്ഞ് കളിയാക്കും. എന്നറിയോ, അച്ഛൻ സ്വർഗത്തിൽ 2 നില വീടും കെട്ടി വാടകയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. ഞങ്ങളവിടെ കട്ട പോലും മേടിച്ചിട്ടില്ല. അച്ഛൻ
വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാവരുടെ പാത്രം എടുക്കുക, നമുക്ക് അവിടെ ചായ കൊണ്ടും തരിക, കിട്ടുന്ന. അപ്പോൾ ഞങ്ങൾ പറയും, ചില സമയത്ത് അച്ഛന്മാർ പറയും കൊടുക്കുകയില്ല. അങ്ങനെ അച്ഛൻ മാത്രം സ്വർഗത്തിൽ വീട് പണിതാൽ പോരെ, ഞങ്ങൾക്കും കട്ടയൊക്കെ മേടിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് നമ്മളത് പിടിച്ചു വയ്ക്കും. ഈ ഭൂമിയിൽ അല്ലേ നമ്മൾ വീടും കൊട്ടാരമൊക്കെ പണിത്, ശരിയാണ്. സ്വർഗത്തിൽ വല്ലതും പണിയാൻ തുടങ്ങിയോ? സ്വർഗത്തിൻ്റെ സമ്പാദ്യം നേടിയോ? ഈ രാത്രി ഭോഷ നിന്റെ ആത്മാവിനെ ദൈവം വിളിച്ച ഈശോ പറഞ്ഞില്ലേ, ഞാൻ പോയിട്ട് വരും, നിനക്ക് ഭവനം ഒരുക്കിയിട്ട് വരും. ഈ ഭവനം നമ്മുടെ ഇവിടുത്തെ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മളാണ് ഓരോ കട്ടയും കൊടുത്ത് പണിതുകൊണ്ടിരിക്കുന്നത്. ചെയ്ത പ്രവർത്തികൾക്കനുസരിച്ചുള്ള പ്രതിഫലമാണ് അവിടെ കിട്ടുന്നത്. സ്വർഗത്തിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഭൂമിയിൽ ഭോഷരാണെന്നാണ് വചനം പറയുന്നത്. എല്ലാം ഉണ്ട്, ഭൂമിയിലെല്ലാം സമ്പാദിച്ചു, ശരിയാണ്, എല്ലാം നേടി ഒക്കെ ആയി. പക്ഷെ സ്വർഗത്തിലൊന്നും ഇതുവരെ സമ്പാദിച്ചിട്ടില്ല എങ്കിൽ ലോകത്തിൻ്റെ കണ്ണുകളിൽ സമ്പന്നരാണെങ്കിലും ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മൾ ഭോഷരാണ്. അങ്ങനെ കർത്താവ് ഈ ധനവാനെ വിളിച്ചത്, ഭോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ വിളിച്ചാൽ നീ അധ്വാനിച്ചതും നീ കെട്ടിപ്പൊക്കിയതും നീ സമ്പാദിച്ചതൊക്കെ ആരുടേതാകും? അപ്പൊ ഇതിനപ്പുറത്തേക്കുള്ള കാര്യത്തെക്കുറിച്ച് അവനൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. ആത്മാവിൻ്റെ നിത്യമായ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അവൻ ആകെ ചിന്തിച്ചത് ഈ ലോകത്തിൽ സൗകര്യപ്രദമായ ജീവിതം, ഈ ലോകത്തിലെല്ലാം സുഖകരമാകണം, അത്ര മാത്രമേ ചിന്തിച്ചുള്ളൂ. അതിനപ്പുറത്തേക്ക് ആത്മാവിൻ്റെ നിത്യമായ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. സ്വർഗത്തിൽ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കുന്നത്, അതിനാണ് നിങ്ങളോട് ക്ഷമിക്കാൻ പറയുന്നത്, അതിനാണ് സ്നേഹിക്കാൻ പറയുന്നത്, അതിനാണ് കരുണ കാണിക്കാൻ പറയുന്നത്, അതിനാണ് കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ രോഗിയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ, ഞാൻ ജയിലിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ, ഞാൻ ദാഹിച്ചപ്പോൾ നിങ്ങൾ എനിക്ക് കുടിയാൻ വല്ലതും കൊടുക്കുന്നുണ്ടോ? അമ്മച്ചി പറഞ്ഞു, എൻ്റെ അച്ഛാ എനിക്ക് എഴുന്നേക്കാൻ പറ്റുമെന്ന് ഞാൻ തന്നെ എഴുന്നേറ്റ് പോയി അടുക്കളയിൽ പോയി വെള്ളം എടുത്ത് കുടിച്ചേനെ. അവിടെ കിടന്നുകൊണ്ട്, എടി ഇച്ചിരി വെള്ളം തരാവോ? ഓ തള്ള അവിടെ കിടക്ക്, കൊണ്ടുവരാ വെള്ളം. തൊണ്ട വരണ്ടട്ട അച്ഛാ ഞാൻ ചോദിക്കുന്നത് ഇച്ചിരി വെള്ളം തരാവോന്ന്. അപ്പോൾ അവിടെ നിന്ന് പറയുന്ന ഡയലോഗാ, അവിടെ കിടക്ക്, ചാകാനൊന്നും പോകുന്നില്ലല്ലോ എന്ന്. ചാകാനൊന്നും പോകുന്നില്ല, അവിടെ കിടക്കും, ഞാൻ കൊണ്ടുവരാം. അപ്പം ചിലപ്പോൾ അവൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. എന്നാലും അങ്ങനെയല്ലല്ലോ പറയണ്ടല്ലേ. കിച്ചണിൽ ചിലപ്പോൾ ശരിയായിരിക്കും, അവളായിരിക്കും അധ്വാനിച്ചുകൊണ്ടിരിക്കും, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പണിയുടെ നടുവിലായിരിക്കും. എന്നാലും ഒരു അമ്മ വെള്ളം ചോദിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ പറയണ്ടേ, ആണോ? അല്ല, അതെ അമ്മ വെയിറ്റ് ചെയ്യാം, അമ്മ ഇപ്പോൾ കൊണ്ടുവരാം കേട്ടോ, ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്തോട്ടെ, ഇപ്പോൾ പറഞ്ഞാൽ പോരെ. എന്നിട്ടൊരു 10 മിനിറ്റ് വൈകിയാലും ചാകാനൊന്നും പോകുന്നില്ല അല്ലേ. വെള്ളം ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്, ഉല്ലാസ് വെള്ളം ചോദിച്ചിട്ട് ഇതാണ് അവസ്ഥ. പിന്നെ എന്തേലും ചോദിക്കാൻ പറ്റുമോ? എന്തേലും ചോദിക്കാൻ തോന്നോ? ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന കർത്താവ്. കൊടുക്കാൻ നമ്മൾ പലരും പഠിച്ചിട്ടില്ല. ഈശോ തന്നെ പൂർണ്ണമായി കാൽവരിയിൽ നൽകിയത് തനിക്ക് വേദനയുണ്ടായപ്പോഴും തനിക്ക് മുറിവേറ്റപ്പോഴും താൻ അത്യധികം തകർക്കപ്പെട്ടപ്പോഴും ഈശോ തന്നെ നമുക്കായി സ്വജീവൻ നൽകി തന്നു. ഈശോ നൽകിയപ്പോൾ ഒത്തിരി വേദനയുണ്ടായി. നമ്മളും ചിലതൊക്കെ നൽകുമ്പോൾ നമുക്ക് വേദന ഉണ്ടാകും. നമുക്ക് സ്വകാര്യമായ വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും, എന്നാലും ആ വേദനയുടെയും സങ്കടങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് നൽകാൻ തയ്യാറാകുന്നിടത്താണ് കുരിശിന്റെ സ്നേഹത്തിലേക്ക്, ആ സ്നേഹത്തിന്റെ നൽകലിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളൂ. ഈശോ സ്വന്തം ജീവൻ നൽകുവോളം നമ്മെ സ്നേഹിച്ചു. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. സ്വന്തം ചങ്കിലെ അവസാനത്തുള്ളി രക്തവും നൽകി സഹിച്ച് അവൻ നമ്മെ സ്നേഹിച്ചു. അപ്പോഴും അവൻ നമ്മെ സ്നേഹിച്ചു. സഹിച്ചു, അപ്പോഴും അവൻ നമ്മെ സ്നേഹിച്ചു. മുഖത്ത് കാർക്കിച്ച് തുപ്പി പലരും, അപ്പോഴും അവൻ നമ്മെ സ്നേഹിച്ചു. താടിമീശ പിടിച്ചു പറിച്ചു, അപ്പോഴും അവൻ നമ്മെ സ്നേഹിച്ചു. ശിരസ് മുതൽ പാദം വരെ ഉടവുചാൽ പോലെ അവനെ ഉടുതു മറിച്ചു, അപ്പോഴും അവൻ നമ്മെ സ്നേഹിച്ചു. അവന്റെ കണങ്കാലുകൾ അടിച്ച് തകർത്തു, അപ്പോഴും അവൻ നമ്മെ സ്നേഹിച്ചു. അവന്റെ ശിരസിൽ മുൾമുടി വെച്ചു, അപ്പോഴും അവൻ നമ്മെ സ്നേഹിച്ചു. അവൻ സ്വന്തം ജീവൻ അവസാനത്തുള്ളി രക്തവും നൽകി അവൻ തന്നെ ബലിയായി നൽകുമ്പോഴും അവൻ നമ്മെ സ്നേഹിച്ചു. അവൻ ജീവൻ നൽകിയത് നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ജീവൻ നൽകുവോളം അവൻ നമ്മെ സ്നേഹിച്ചു. സ്നേഹമാണ് സർവോത്കൃഷ്ടം. ബാക്കിയെല്ലാം തീരോഭവിക്കും, എല്ലാം പോകും. എന്ന് നിലനിൽക്കുന്നത് സ്നേഹമാണ്.